പറയാനുള്ളത് അവസാന നിമിഷം അന്ത്യമാണെന്ന് കരുതിയവരോടാണ്. എല്ലാം കൈവിട്ടുപോയി എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവരോടാണ്. നിങ്ങൾ ഇനിയും തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും ഒരു സാധ്യതയുടെ വെളിച്ചവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾ അറിയേണ്ട ചെറിയ ഒരു വസ്തുതയുണ്ട്. കാരണം ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്താണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുക എന്ന ചോദ്യത്തിന് ഈ ലോകത്തോട് മുഴുവൻ ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു സ്ത്രീ, ഒരു പെൺ കരുത്തുണ്ട്. അവരാണ് ഫ്ലോറിയ ഗ്വേ. കാരണം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, 2014 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ 4x400 റിലേയിൽ അവസാന ലാപ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് ആ ഫ്രാൻസിന് രാജ്യത്തിന് മെഡൽ നേടി നൽകിയ വനിതയാണ് ഫ്ലോറിയ ഗേ എന്ന് പറയുന്നത്. കാരണം മത്സരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഏറ്റവും പിന്നിലായിരുന്ന തൻ്റെ കൂട്ടം, തന്നെ പ്രതീക്ഷിച്ച് തന്നെ ഈ മത്സരത്തിലേക്ക് അയച്ച നാട് പിന്നോട്ട് പോകുന്നത് കണ്ട ഫ്ലോറിയയ്ക്ക് മനസ്സിൽ തോന്നിയത് സർവശക്തിയും ലാസ്റ്റ് ലാപ്പിൽ തൻ്റെ സർവശക്തി കൊണ്ടും അവൾ തെളിയിച്ചത് മനോധൈര്യം കൊണ്ടും ഡിറ്റർമിനേഷൻ കൊണ്ടും നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കാനുള്ളൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വന്നത്, ഇന്നു മുതലാണ് നിങ്ങൾ തയ്യാറായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും തല കുനിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മുമ്പിൽ 50+ ദിവസങ്ങളുണ്ട്. വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 50 ദിവസത്തേക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു പ്ലാൻ അല്ല, ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു റൂട്ട് മാപ്പാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടത്, ഇനി സമയമില്ല എന്ന് പറയുന്നവരോട് 3 വാക്കുകൾ മാത്രമാണ് തുടങ്ങാൻ പറയുന്നത്. PSM: പ്രയോറിറ്റി, സ്ട്രാറ്റജി, മോട്ടിവേഷൻ അല്ലെങ്കിൽ മൈൻഡ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ. പ്രയോറിറ്റി, സ്ട്രാറ്റജി, മോട്ടിവേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്. ഇത് 3 നിങ്ങളുടെ കയ്യിൽ കട്ടയ്ക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷ തീർച്ചയായും അടിച്ചെടുക്കാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ഒരു അടിപൊളി 50 ഡേ പ്ലാനാണ്. ഇനി പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും. 50 ദിവസത്തേക്ക് അവൻ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നില്ല. ഒരു ഫ്രെയിമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ആ ഫ്രെയിം നിങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയോ, കൂട്ടിച്ചേർക്കലുകൾ നടത്തിയോ, കുറയ്ക്കലുകൾ നടത്തിയോ, നിങ്ങൾക്കതിനെ പരിപോഷിപ്പിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും വെച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിം തന്നെയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ആ ഫ്രെയിമിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടത് എന്താണ്? ഏറ്റവും ആദ്യം ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജോലി ഇത്തവണ തീർച്ചയായും മേടിക്കാൻ അല്ലെങ്കിൽ അടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് തീരുമാനിച്ചു ഒരു 5 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എല്ലാ ദിവസവും ഈ പരീക്ഷയെ പറ്റിയും ഈ പരീക്ഷ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയും ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക? പുളകിതരാകുക എന്നൊക്കെ പറയില്ലേ? യെസ്, അതുപോലെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. ആ ജോലി നിങ്ങളിലേക്ക് എത്തുന്നതിനെ ഓർത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ ദിവസവും കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, മോക്ക് എക്സാം, ഈ ഒരു 3 ശൈലികളിലൂടെ എല്ലാ ദിവസവും കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുമ്പിലേക്ക് 50 ദിവസങ്ങളുണ്ടല്ലോ എന്നല്ല, 50 ദിവസങ്ങളുണ്ട്. ആ 50 ദിവസത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടുന്ന ഒരു നിലയ്ക്ക് എത്താൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ടോപ്പിക്കുകൾ കവർ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്. നിങ്ങളിതാ ഇങ്ങനെ ചെയ്താൽ മതി, സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ CPO അല്ലെങ്കിൽ WCPO പോലെയുള്ള പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പോലെയല്ല നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ.
നമ്മൾക്ക് പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് കാണും. ആ വസ്തുതകളെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർഡറായിട്ട് അടുക്കും ചിട്ടയോടെയും പഠിച്ചെടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് സെറ്റാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് സെറ്റാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് 20 മാർക്കാണ്, നിങ്ങൾക്കറിയാം. ഇനി മാത്സ്, മലയാളം, ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ ഇതിൻ്റെ മൂന്നിൻ്റെ അകത്തുമുണ്ട്. മാത്സിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അതെല്ലാം ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, അല്പമായിട്ട് പഠിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് കൈവിട്ട് കളയരുത്. കാർത്തിക മിസ് ഡെയിലി കറണ്ട് അഫയേഴ്സും വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും തരുന്നതല്ലേടാ, അത് നോക്കാൻ എന്താണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ളത്? അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് അതിലൂടെ ഒന്ന് കടന്നു പോകുക. ഒന്ന് കണക്ട് ചെയ്ത് കോഡുകൾ വഴിയൊക്കെ പഠിക്കാൻ ഒരുപാട് മെത്തേഡുകൾ മിസ് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈസി ടോപ്പിക്കുകളിൽ പ്രയോറിറ്റി കൊടുക്കുക. ഈസി ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ് സാറേ, ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം, മാർക്ക് കൂടുതലുള്ള അല്പം പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ടോപ്പിക്ക്. അങ്ങനെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ എക്കണോമിക്സ്. അതിനുശേഷം പോളിറ്റി. ഈ പോളിറ്റി എന്ന് പറയുമ്പോൾ സിലബസ് എടുത്ത് വെച്ച് നോക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. കാരണം എല്ലാവരും പഠിക്കുമ്പം ഒന്നേന്ന് പഠിച്ചിങ്ങ് വരും. നിങ്ങൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നോക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ആ കാര്യങ്ങളിലേക്ക് വരിക. ഓക്കെ ആണല്ലോ. പിന്നെ IT, പിന്നെ അതുപോലെ ജോഗ്രഫി, ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്പം പഠിച്ചുകൊണ്ട് അധികം മാർക്ക് നേടാൻ കഴിയുന്ന ടോപ്പിക്കുകളാണ്. ഇനിയുമുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എന്ത് ചെയ്യുക, മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ, ചിലർക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇപ്പം തിരുവിതാംകൂറിൻ്റെ രാജാക്കന്മാർ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ 70 മുതൽ 75 അല്ലെങ്കിൽ 78 എന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് 80 റേഞ്ചിലുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. എടാ, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും വെച്ച് നോക്കിക്കേ. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നിങ്ങളൊന്ന് പോയി നോക്കുക. ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പോയി മനസ്സിലാക്കുക. എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും 60 റേഞ്ചിലാണ് കട്ട് ഓഫുകൾ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ റേഞ്ചും ഈ റേഞ്ചും നമുക്ക് തമ്മിലുള്ളത് എന്താണ്, ഒരു 10 മാർക്ക് ബോണസ് ആണ് നമ്മുടെ അവിടെ ഉള്ളത്. അത് നമ്മളെ റാങ്കിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതാണ്. അപ്പം ഇത്രയും ഒരു സാധനം പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നേറാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. യെസ്, ഒരു പ്ലാൻ തന്നെയാണ്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഒന്നാം ദിവസം അതായത് ആദ്യത്തെ ഒരു 7 ദിവസത്തെ സ്പ്രിന്റ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ 7 ദിവസത്തെ സ്പ്രിന്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് പോളിറ്റി കൊണ്ടുവരണം. പോളിറ്റി എന്ന ഭരണഘടന കൊണ്ടുവരണം. പിന്നെ മാത്സ് എളുപ്പമുള്ള ടോപ്പിക്കുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്പർ സിസ്റ്റം, അതുപോലെ പിന്നെ ശതമാനം, ഓക്കെ, അങ്ങനെയുള്ള അങ്ങനെയുള്ള രണ്ട് ടോപ്പിക്കുകൾ വെച്ചിട്ട് ആകെ നിങ്ങൾക്കറിയാം 12 24 ടോപ്പിക്കാണ് മാത്തമാറ്റിക്സിലുള്ളത്. ഈ 24ൻ്റെ അകത്ത് 20 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. 4 എണ്ണം റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകളാണ്. ഇപ്പോൾ കോഡിങ്, ശ്രേണികൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളതില്ലേടാ, അത് ഫോക്കസ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഈ സാധനം, അതായത് നമ്മൾ ഒരു മെയിൻ സാധനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇനി ദിവസം മാത്സ്, കറണ്ട് അഫയേഴ്സ് അല്ല, അതിന് മുമ്പ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൻ്റെ അല്പം, പിന്നെ മലയാളം. ഇപ്പോൾ ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി മലയാളം എടുത്തു കഴിഞ്ഞാൽ പര്യായ പദങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ അല്പം കറണ്ട് അഫയേഴ്സ് കൂടി. അപ്പോൾ പോളിറ്റി, അപ്പോൾ നമ്മൾ ആദ്യത്തെ 7 ദിവസം എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 7 ദിവസവും ഇത്രയും ആളുകളിലൂടെ കടന്നു പോയിരിക്കണം. അതായത് മാത്സിൻ്റെ കുറച്ച്, ഇംഗ്ലീഷിൻ്റെ കുറച്ച്, മലയാളത്തിൻ്റെ കുറച്ച്, കറണ്ട് അഫയേഴ്സ് കുറച്ച്, ഇതെല്ലാ ദിവസവും കടന്നു പോകാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഈ 50 ദിവസത്തും എന്ത് ചെയ്യണം, ഈ സാധനം കടന്നു പോകണം. ഓക്കെ ആണല്ലോ. എടാ, ഒരു ദിവസം 5 ചോദ്യം വെച്ച് പഠിക്കുന്നു മാത്സിൻ്റെ. ഓക്കെ, ഒരു ദിവസം 5 ചോദ്യം വെച്ച് ചെയ്യുന്നു. 50 ദിവസമാകുമ്പോൾ 250 ചോദ്യമായില്ലേ. ഇനി ഇംഗ്ലീഷ് 5 ചോദ്യം വെച്ച് നോക്കി 250 ആയില്ലേ. മലയാളം 5 എണ്ണം വെച്ച് നോക്കി 250 ആയില്ലേ. അങ്ങനെ മൊത്തം 750 ചോദ്യങ്ങൾ. 750 ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ചോദിക്കുന്നത് എത്രയാണ്, 10 20
20 20 10 10 40 മാർക്കുകൾ അല്ലേ? 40 റേഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് വരും. ഓക്കെ, അപ്പോൾ ആ 750 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു 30 റേഞ്ച് മാർക്ക് നേടിത്തരുന്ന ലെവലിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ നോബൽ പ്രൈസ് അങ്ങനെയുള്ള സുപ്രധാനമായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുമെന്നുള്ള വസ്തുതകൾ, കൃത്യമായിട്ട് അവാർഡുകൾ അങ്ങനെയുള്ളതൊന്നും കൈവിട്ട് കളയാതെ സ്പോർട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ അതൊക്കെ എന്ത് ചെയ്യണം? നോക്കി മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഭരണഘടനയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 7 ദിവസവും ഞാൻ എല്ലാം വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ എന്താണ് ആദ്യത്തെ ദിവസം ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം പഠിക്കുന്നു. ഓക്കെ, അത് പഠിക്കുന്നു, റിവിഷന് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും പിറ്റേ ദിവസത്തേക്ക് ചെല്ലുമ്പോൾ മൗലിക അവകാശങ്ങളാണ് ദിവസം 2 നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അതിനു മുമ്പ് ഇന്നലെ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്തിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചിട്ട് വേണം ആ പുതിയ ദിവസത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ആ റിവിഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകും. കാരണം 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീണ്ടും അത് വായിച്ചുകൊണ്ടേയിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഉറക്കെ വായിക്കാം, പാട്ടുപാടി വായിക്കാം, പല രീതികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. ഇനി 3-ാം ദിവസം നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. 4-ാം ദിവസം ഗവൺമെന്റിന്റെ ഘടനകൾ, നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭരണഘടനാ ഭേദഗതികൾ 5-ാം ദിവസം. ഭേദഗതിയിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഭേദഗതികൾ കൈവിട്ട് കളയരുത്. 73, 74, 86, 91. പിന്നെ പഞ്ചായത്തി രാജ്. പിന്നെ 7-ാം ദിവസം ഭരണഘടനാ സ്ഥാപനങ്ങളും അവരുടെ ചുമതലകളും. അതുപോലെ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ 7 ദിവസത്തിൻ്റെ സ്പ്രിന്റ് തീരുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഭരണഘടന, പിന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകളോ സെലക്ട് ചെയ്ത് പഠിക്കുക. അത് തീർക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇന്നത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതെല്ലാം എന്താണ്, സ്റ്റാറ്റിക് സബ്ജക്റ്റുകളാണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റിക് സബ്ജക്റ്റ് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൽ ഇഷ്ടാനിഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നത് ആദ്യം പഠിച്ച് തീർക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെയാണ്. കറണ്ട് അഫയേഴ്സ് പിന്നെ നമുക്ക് പത്രം വായിക്കുന്ന പോലെ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ കടന്നു പോവുക. അപ്പോൾ അടുത്ത 7 ദിവസത്തിലേക്കുള്ള സ്പ്രിൻറ്റ്. അടുത്ത 7 ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളിലേക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ വൈൽഡ് ലൈഫിന് ബന്ധപ്പെട്ട് 5-7 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ദിവസം എന്ത് ചെയ്യണം, 8-ാം ദിവസം വനത്തിൻ്റെ നിർവചനം, മൂല്യങ്ങൾ, വന്യജീവികൾക്കുള്ള ഭീഷണികൾ, സിറ്റീസ്, സൈറ്റ്സ്, പിന്നെ ട്രാഫിക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അതിനുശേഷം 9-ാം ദിവസം ചെയ്യേണ്ടത് ഇൻസിറ്റു സംരക്ഷണ മാർഗങ്ങൾ, ഇന്ത്യയിലും കേരളത്തിലെയും സംരക്ഷിത പ്രദേശങ്ങൾ, അതായത് നാഷണൽ പാർക്കുകൾ. പിന്നെ 10-ാം ദിവസം എക്സിറ്റു സംരക്ഷണ മാർഗങ്ങൾ, വന്യജീവി സങ്കേതങ്ങളും കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ റിസർവുകളെ പറ്റി പഠിക്കുക. പിന്നെ 11-ാം ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവുകളെ പറ്റിയും പഠിക്കുക. ഇനി 12-ാം ദിവസം പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന തദ്ദേശീയമായിട്ടുള്ള സ്പീഷീസുകൾ, എൻഡമിക് സ്പീഷീസുകളെ പറ്റി പഠിക്കുക. പിന്നെ 13-ാം ദിവസം IUCN റെഡ് ലിസ്റ്റ് വിഭാഗങ്ങളും മാനദണ്ഡങ്ങളെയും പറ്റി പഠിക്കുക. 14-ാം ദിവസത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കായ ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. 6 മാർക്ക് വരുന്ന ഭാഗം, വനങ്ങളുടെ നിർവചനം, പങ്ക്, നേരിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഗുണങ്ങൾ. ഞാൻ പറയുന്നു, ഇതൊരു ഫ്രെയിമാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണമെങ്കിലോ ആഡ് ഓൺ ചെയ്യെങ്കിലോ ചെയ്യാം. 50 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ 50 ദിവസത്തെ കൂടുതൽ എല്ലാ ദിവസവും കറക്റ്റ് ദിവസം എടുത്ത് പറയാത്തത്, ബഫറായിട്ട് ദിവസങ്ങൾ ഇടുകയാണ്. 50-ൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ആ 50 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് അടിച്ചെടുക്കാൻ ഒരു രീതികൾ ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പം ഇതൊരു ഫ്രെയിമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഫ്രെയിമിൽ നിങ്ങൾക്കനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ, നിങ്ങൾക്കനുസരിച്ച് ആ പഠനത്തിൽ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ 15-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും വനങ്ങളുടെ തരങ്ങളെ പറ്റി നമ്മൾ പഠിക്കും. 16-ാം ദിവസം വനങ്ങളിലെ ജൈവ വൈവിധ്യം, പശ്ചിമഘട്ടത്തിൻ്റെ പ്രകൃതി ചരിത്രവും പ്രാധാന്യവും നമ്മൾ പഠിക്കും. പിന്നെ 17-ാം ദിവസം വനങ്ങളുടെ നിലവിലെ അവസ്ഥ, ആഗോള ഇന്ത്യൻ സാഹചര്യങ്ങളെ പറ്റി പഠിക്കുന്നു.
18-ാം ദിവസം വനങ്ങളുമായും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളെ പറ്റി പഠിക്കുന്നു. പിന്നെ 19-ാം ദിവസം ദേശീയ അന്തർദേശീയ ഫോറസ്ട്രി സ്ഥാപനങ്ങൾ, കാലാവസ്ഥ, മറ്റു ലഘൂകരണ വനങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നു. പിന്നെ 20-ാം ദിവസം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, ഇത് നമ്മൾ കൺസർവേഷൻ എന്ന് പറയുന്ന 5 മാർക്ക് വരുന്ന അടുത്ത ഭാഗത്തേക്ക് കയറുകയാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, പിന്നെ റിസർവ് വനം, സംരക്ഷിത വനം, വില്ലേജ് വനം എന്നതിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. ഓക്കെ ആണല്ലോ. അതിനുശേഷം 21-ാം ദിവസം നമ്മൾ ചെയ്യുന്നത് എന്താണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ സംരക്ഷിത പ്രദേശങ്ങളും ഷെഡ്യൂളുകളും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ച് ഫോളോ ചെയ്തിരിക്കുക. ഓക്കെ, അതിനുശേഷം 22-ാം ദിവസം ചെയ്യേണ്ടത് എന്താണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 പഠിക്കുന്നു. 23-ാം ദിവസം പ്രധാന സംരക്ഷണ പ്രോജക്റ്റുകൾ, കടുവ, ആന, ഗീർ സിംഹം, അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രധാന സംരക്ഷണ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നു. കൺസർവേഷനിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ പ്രധാന സംരക്ഷണ 24-ാം ദിവസം പ്രധാന സംരക്ഷണ പ്രൊജക്റ്റുകൾ ഹിമപ്പുലി, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, മുതല പ്രജനനം, ഇങ്ങനെയുള്ള വസ്തുതകളുമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഇനി മുതല പ്രജനനം, ഓക്കെ ശരി. ഇനി 25-ാം ദിവസം അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, പാറകൾ, ഭൗമ ഉപരിതലം. കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ ടോപ്പിക്ക് തീർത്തിട്ട് ജോഗ്രഫിയിലേക്ക് നമ്മൾ കടന്നു. അപ്പം ഈ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷങ്ങൾ, പാറകൾ, ഭൗമോപരിതലം പഠിക്കുക. പിന്നെ അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ, താപനം, മലിനീകരണം എന്നുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മേഘങ്ങളിൽ പറ്റി ചോദിച്ചു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി എന്താണ്? 27-ാം ദിവസം മാപ്പുകളെ പറ്റി പഠിക്കുക, വിദൂര സംവേദനവും ഭൂമിശാസ്ത്രപരമായ വിവര സംവേദനത്തെ പറ്റിയും പഠിക്കുക. പിന്നെ 28-ാം ദിവസം ഇന്ത്യയെ പറ്റി, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, ഉത്തര പർവ്വത മേഖലകൾ, നദികൾ എന്നിവ പഠിക്കുക. അതിനുശേഷം നമ്മൾ 29-ാം ദിവസത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ പറ്റി തന്നെ നോക്കിയാൽ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ തീരദേശം, കാലാവസ്ഥ, പിന്നെ സ്വാഭാവിക സസ്യപ്രകൃതി, ഇങ്ങനെയുള്ള വസ്തുതകൾ പഠിക്കുന്നു. 30-ാം ദിവസം കൃഷി, ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകളും. 31-ാം ദിവസം ഭൂപ്രകൃതി, ജില്ലകളുടെ അവയുടെ സവിശേഷതകളും, നദികൾ, കാലാവസ്ഥ. പിന്നെ ഇത് കേരളത്തെ പറ്റിയാണ് കേട്ടോ. കേരളം, ഇന്ത്യ വിട്ട് നമ്മൾ 31-ാം ദിവസം മുതൽ കേരളമാണ്. 32-ാം ദിവസം സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ. പിന്നെ 33-ാം ദിവസം ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ്ജ സ്രോതസ്സുകൾ, ഗതാഗത സംവിധാനങ്ങൾ. പിന്നെ അപ്പം നമ്മൾ 33-ാം ദിവസം കൊണ്ട് ആര് തീർക്കുന്നു? നമ്മുടെ ജോഗ്രഫീനെ തീർത്ത് 34-ാം ദിവസം നമ്മൾ എങ്ങോട്ട് കടന്നു ചെല്ലുന്നു? അടുത്ത 5 മാർക്കിൻ്റെ ഏരിയ ആയിട്ടുള്ള എക്കണോമിക്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക രംഗവും പഞ്ചവത്സര പദ്ധതികളും അത് വെച്ച് തുടങ്ങുന്നു നമ്മൾ. അതിനുശേഷം 35-ാം ദിവസം പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. പിന്നെ 36-ാം ദിവസം നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുന്നു. 37-ാം ദിവസം കാർഷിക വിളകളും ധാതുക്കളിലേക്ക് നമ്മൾ ചെല്ലുന്നു. 38-ാം ദിവസം ഹരിത വിപ്ലവം കൊണ്ട് നമ്മൾ എക്കണോമിക്സിനെ എന്താക്കുന്നു? പഠിച്ചു തീർക്കുന്നു. നിങ്ങൾ നോക്കിയറിയാം, ഇതെല്ലാം ആഴ്ചക്കണക്കിനുള്ള പ്ലാനുകളാണ്. ആ ആഴ്ചയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം. ഈ എല്ലാ ആഴ്ചകളിലും എന്ത് ചെയ്യണം? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസങ്ങളും കടന്നു പോയിരിക്കണം. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയെങ്കിൽ ഇനി 39-ാമത്തെ ദിവസം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് 4 മാർക്കിന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശാഖയാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്, ബയോളജി. അവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്. ഇനി ഇതാ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും എല്ലാ തവണയും PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇപ്പം നാം പറഞ്ഞത്. 40-ാം ദിവസങ്ങൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. 41-ാം ദിവസങ്ങൾ എന്ത് ചെയ്യണം? സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, മലേറിയ പരത്തുന്നത് ആര്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ പഠിക്കുക. 42-ാം ദിവസം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പൊതുജന ആരോഗ്യത്തിൽ നിന്നും
പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ 43-ാം ദിവസം നമ്മൾ എന്ത് ചെയ്യായിരിക്കും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തെ പറ്റി പഠിക്കും. 44-ാം ദിവസം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റിയും പഠിക്കും. 45-ാം ദിവസം മുതൽ ഇനി ഇങ്ങോട്ട് എന്താണ്, റിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്തു, നമ്മളതാ സ്പെഷ്യൽ ടോപ്പിക് തീർത്തു, ഭരണഘടന തീർത്തു, ജോഗ്രഫി തീർത്തു, എക്കണോമിക്സ് തീർത്തു. ഓക്കെ ആണല്ലോ. പിന്നെ ബയോളജിയും തീർത്തു. ഓക്കെ, അപ്പം സ്പെഷ്യൽ ടോപ്പിക്ക് 20, പിന്നെ 10, 5, 5, 10, അപ്പം 30, 34, പിന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഓക്കെ, അവിടെ നിന്നൊരു 30 മാർക്ക്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം 30 മാർക്ക്. അപ്പോൾ 64, 64 10, 74, 75 മാർക്കോളം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ തീർത്ത് കഴിഞ്ഞു. ഇനി അത് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ 45-ാം ദിവസം മുതൽ റിവിഷനുള്ള സമയമാണ് എന്നുള്ളതാണ് അടുത്തൊരു വസ്തുത. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് പിന്നെ റിവിഷനാണ്. അപ്പോൾ 45-ാം ദിവസം എന്ത് ചെയ്യണം, ഭരണഘടന, ധനതത്വശാസ്ത്രം, ജീവശാസ്ത്രം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. മറ്റേത് നിങ്ങൾ പഠിക്കുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ, ആ ഭാഗത്തു നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ശരി. ഇനി മറ്റൊന്ന്, 46-ാം ദിവസം റിവിഷനാണ്. നമ്മൾ ഏതിലേക്കാണ് റിവിഷൻ ചെയ്യുന്നത്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളെ പറ്റിയാണ് റിവിഷൻ ചെയ്യുന്നത്. ഇനി 47-ാം ദിവസവും ഫോറസ്റ്റ്, ഇന്ത്യ, ഭൂമിശാസ്ത്രവും കേരളത്തെ പറ്റിയും ഇന്ത്യനെ പറ്റിയുള്ള നമ്മൾ റിവൈസ് ചെയ്യുന്നു. 48-ാം ദിവസം നമ്മൾ ചെയ്യുന്നത് ഒരു മോക്ക് എക്സാം എഴുതുന്നു. പൂർണ്ണമായും ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക, ഉത്തരങ്ങൾ വിലയിരുത്തുക. ഇവിടെ നിങ്ങൾക്ക് ചെയ്യുന്ന 2 കാര്യങ്ങൾ, നിങ്ങളൊരു എളുപ്പമുള്ളതും ഒരു ബുദ്ധിമുട്ടുള്ളതും ചെയ്യുക. പാടുള്ളത് മാത്രം എഴുതരുത്. അവസാന ദിവസം നിങ്ങളെ തന്നെ വെട്ടിലാക്കരുത്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു മോക്ക് എക്സാം എഴുതുക. എളുപ്പമുള്ളതും എഴുതുക, പാടുള്ളതും എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി 49-ാം ദിവസം 2ാമത്തെ മോക്ക് ടെസ്റ്റ് എഴുതുക. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. ഓക്കെ ആണല്ലോ. ആദ്യത്തെ ദിവസം എന്താ ചെയ്തത്, ഉത്തരങ്ങളെ വിലയിരുത്തുക, എവിടെ തെറ്റി എവിടെ ശരിയായി എന്നുള്ളത് മനസ്സിലാക്കുക. 2ാം ദിവസം മോക്ക് എഴുതുമ്പോൾ തെറ്റുകൾ തിരുത്തുക. 49-ാം ദിവസവും കഴിഞ്ഞ് 50-ാം ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവസാന റിവിഷനാണ്. ഹൈലൈറ്റ് ചെയ്ത പ്രധാന പോയിന്റുകൾ മാത്രം വായിക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ സാധനം പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുക. ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വീണ്ടും കുത്തി വാരി വലിച്ചു വാരി എഴുതാനല്ല, ഷോർട്ട് നോട്ടുകൾ എഴുതുക. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഭരണഘടന എടുക്കുന്നു. ഓക്കെ, ഇപ്പം ഭരണഘടനയിൽ ഒരു ഭേദഗതിയെ പറ്റിയാണ് പഠിക്കുന്നത്. ആ ഭേദഗതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഒന്ന് കുറിച്ച് വെക്കുക. മൊത്തം കഥ എഴുതാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം നീതി ആയോഗ് നിലവിൽ വന്നത് ജനുവരി 1 ഏത് വർഷം എന്നുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പോയിന്റുകളായിട്ട് വരണം. അതായത് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് എന്ത് ചെയ്യുക, നോട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ കാണുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ പ്രധാനപ്പെട്ട വസ്തുക്കൾ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള സാധനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കുക. മാത്സിലേക്ക് വരുമ്പം ഇക്വേഷൻസ്, ആവശ്യമുള്ള ഇക്വേഷൻസ് ഒന്നും മറക്കാതെ ഇരിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. കറണ്ട് അഫയേഴ്സിനെ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അവസാന റിവിഷനിൽ ഹൈലൈറ്റ് ചെയ്ത പ്രധാന പോയിന്റുകൾ വായിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത സാധനങ്ങൾ വായിച്ച് മനസ്സിലാക്കി സെറ്റാക്കുക എന്നുള്ളതാണ്. ഓക്കെയാണ്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമ്മുടെ മുമ്പിലുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പ്രാധാന്യം നൽകേണ്ടവ. ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറയുന്നത് 8, 7, 6 മാർക്കുള്ള ഭരണഘടന, വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ് എന്നീ വിഷയങ്ങൾ കൂടുതൽ ദിവസങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന മാർക്ക് കൂടുതലുള്ള ഏരിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇനി നോട്ടുകൾ, ഓരോ ദിവസവും പഠിക്കുന്ന വിഷയങ്ങളുടെ ചുരുക്കക്കുറിപ്പുകൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. ഈ ഷോർട്ട് നോട്ട് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട്. ഇത് അവസാന ദിവസങ്ങളിലെ റിവിഷനും അല്ലെങ്കിൽ ഒരു പുനരവലോകനത്തിനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് അത് കൈവിട്ട് കളയരുത്. പിന്നെ മറ്റൊന്നുള്ളത് സമയക്രമം.
പഠിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉഴപ്പാൻ വേണ്ടി നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ മുൻപിലുള്ള സമയത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുക. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാറ്റി വെച്ചുകൊണ്ടിരുന്ന സമയം ഇനി വരുന്ന ഒരു 50 ദിവസത്തിന് ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ജോലി എന്നല്ലാതെ ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഇപ്പോൾ നിങ്ങളുടെ ഉറക്കത്തിനെ ഒരു 50 ദിവസം നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഉറങ്ങാതിരിക്കാനല്ല. ഇപ്പോൾ 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അതൊരു 5 മണിക്കൂറിലേക്ക് കൊണ്ട് അവിടെ ഒരു 1 മണിക്കൂർ സേവ് ചെയ്യുക. പിന്നെ ദിവസത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കെല്ലാം കൂട്ടിപ്പെറുക്കി ഒരു 1.5 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റിയാൽ, അങ്ങനെ ഒരു 2.5 മുതൽ 3 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് നിശ്ചിതമായി അത് കർശനമായിട്ടും പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പറയുന്ന ആദ്യത്തെ ഒരാഴ്ച പാലിക്കുന്നവരെ എനിക്ക് വേണ്ട, ആദ്യത്തെ 50 ദിവസവും എന്ത് ചെയ്യാൻ പറ്റണം? പാലിക്കാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അവസാന ദിവസങ്ങളിലെ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് പരീക്ഷാ ഭയം കുറയ്ക്കുന്നതിന് വേണം, നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്യാൻ. മറ്റൊന്ന് സമയപരിപാലനം മെച്ചപ്പെടുത്താനും. പരീക്ഷാ ഹാളിൽ ചെന്നിരുന്നിട്ട് എഴുതുന്ന പരീക്ഷയാവരുത് നിങ്ങളുടെ ആദ്യത്തെ മോക്ക് എക്സാം എന്ന് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ബീറ്റ് ഫോറസ്റ്റ് എക്സാം ആണ് നിങ്ങൾ പോകുന്നെങ്കിൽ അതിന് മുമ്പ് ബീറ്റ് ഫോറസ്റ്റിന്റെ ഒരു 10 മോക്ക് എക്സാം നിങ്ങൾ എഴുതണം. നിങ്ങൾ അവിടെ മാർക്കിനെ പറ്റി ഓർത്ത് വ്യാകുലപ്പെടേണ്ട. നിങ്ങൾ എഴുതുന്ന രീതി, പരിപാലിക്കുന്ന സമയം, ശരിയാക്കുന്ന ചോദ്യങ്ങൾ, തെറ്റിക്കുന്ന ചോദ്യങ്ങളെ പറ്റി മനസ്സിലാക്കുക, അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. പലർക്കും മോക്ക് ടെസ്റ്റ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ലാസ്റ്റ് ദിവസങ്ങളിൽ. ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതി അതിന് മാർക്ക് കുറഞ്ഞാൽ എൻ്റെ മെയിൻ പരീക്ഷയ്ക്ക് എനിക്ക് ആ മോട്ടിവേഷൻ കുറയോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് എഴുതുന്നു, തെറ്റുകൾ നിങ്ങൾ അവിടെ പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും എഴുതുമ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് ആ തെറ്റ് ആവർത്തിക്കേണ്ട വരില്ല എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതിനു വേണ്ടിയാണ് സൂപ്പർ നോട്ട്സിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ബാച്ച്, നമ്മുടെ കാന്താരം ബാച്ച്. നമ്മുടെ കാന്താരം ബാച്ചിലൂടെ നിങ്ങൾ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും 2 രീതിയിൽ കിട്ടും. ഡീറ്റെയിൽഡ് നോട്ടും കിട്ടും, ഷോർട്ട് നോട്ടും കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി സമയം കളയാൻ നിൽക്കണ്ട, എഴുതി സമയം കളയണ്ട. നമ്മുടെ ബാച്ചിലൂടെ ആ നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുകയാണ്. അത് പ്രിന്റ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അവിടെ നിങ്ങൾ 50 ദിവസം നിങ്ങൾ എഴുതി കളയുന്ന സമയം നിങ്ങൾ ലാഭിക്കും. ടോപ്പിക്ക് വൈസ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളും ഈ പറയുന്ന പ്രയോറിറ്റി ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും കൂടുതൽ ഫോക്കസോടുകൂടി പെട്ടെന്ന് പഠിക്കാൻ കഴിയും. പിന്നെ കറണ്ട് അഫെയേഴ്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പോലെയുള്ള സാധനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാന്താരം ബാച്ചിലൂടെ പഠിച്ച് മുന്നേറാനും, അതുപോലെ മോക്ക് എക്സാമുകൾ, ബീറ്റ് ഫോറസ്റ്റിന് മാത്രമായിട്ടുള്ള മോക്ക് എക്സാമുകൾ എഴുതാനും നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, 82 81 22 33 66 എന്ന നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചോ. കാരണം നിങ്ങളുടെ ഇപ്പോൾ ഈ നിമിഷം എടുക്കുന്ന ഒരു തീരുമാനം നാളെ നിങ്ങളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആക്കുമെന്ന് ഉറപ്പാണ്. കാരണം നിങ്ങൾ തയ്യാറാണ് എങ്കിൽ പിന്നെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എന്തു കാരണങ്ങളും, നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്ത് കാരണങ്ങളും നിങ്ങളെ വിട്ടു പോകുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അത്തരത്തിലൊരു മെൻറ്റർഷിപ്പ് കൂടി നിങ്ങൾക്ക് കാന്താരം ബാച്ചിലേക്ക് കിട്ടുന്നുണ്ട്. ഏത് കാരണമാണോ നിങ്ങളെ പഠനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്, ഏത് കാരണമാണോ നിങ്ങളെ ജോലി എന്ന ലക്ഷ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്, അത് മനസ്സിലാക്കി, നിങ്ങളുടെ ആ കാരണത്തെ മനസ്സിലാക്കി അതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ നമ്മളുടെ മെൻറ്റർഷിപ്പ് കൊണ്ട് കഴിയും. അപ്പം ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ബാച്ച് തന്നെയാണ് കാന്താരം ബാച്ച്. എത്രയും വേഗം ജോയിൻ ചെയ്തോടാ. എന്നിട്ട് വരാൻ പോകുന്ന ആ 50 ദിവസങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പഠിച്ചോ. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും. അത്തരം ഒരു കൂട്ടുകാരൻ തന്നെയായിരിക്കും സൂപ്പർ നോട്ട്സ് പഠനത്തിൽ ബീറ്റ് ഫോറസ്റ്റ് എക്സാം അടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്നുള്ളത് തീർച്ചയാണ്. ഇനി എനിക്കുള്ളത് നിങ്ങളോടൊരു അപേക്ഷയാണ്. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നു. ഈ പറഞ്ഞ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഠന പുരോഗതിക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാം. നിങ്ങളുടെ പഠന പുരോഗതി എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന 100 പേര്, 1000 പേര്, 2000 പേര്, 4000 പേര്, ഈ 4000 ആളുകളും, ഈ 5000 ആളുകളും, ഈ 10,000-ഓളം വരുന്ന ആളുകളും
പഠിക്കുന്നത് 10,000 ഡിഫറൻറ്റ് സ്ട്രാറ്റജികളിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്കത് പഠിക്കാം. അതിനുള്ള എല്ലാ പ്രസ്തുത സാഹചര്യങ്ങളും ലൂപ്പ് ഹോളും ഇട്ടാണ് ആ ഒരു പ്ലാൻ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം മുമ്പിലുള്ള സമയം കളയരുത്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ കാന്താരം ബാച്ചിനെ പറ്റി ആരും മറക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ബാച്ച് തന്നെയായിരിക്കും കാന്താരം ബാച്ച് എന്ന് പറയുന്നത്. അപ്പം എത്രയും വേഗം ജോയിൻ ചെയ്തോടാ. തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് പഠിച്ചുകൊണ്ട് ഇത്രയും നാൾ നേരിട്ട കഷ്ടപ്പാടുകൾ, ഇത്രയും നാൾ നേരിട്ട അവഗണനകൾ, ഇത്രയും നാൾ നേരിട്ട് കഴിഞ്ഞ തലകുനിക്കലുകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ആ പരീക്ഷ, വരാൻ പോകുന്ന എക്സാം അടിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. അപ്പോൾ വീണ്ടും കാണാം. വീണ്ടും കാണും വരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.